ആഭ്യന്തര സംഘർഷം രൂക്ഷമായി യമനിൽ ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു. ചണ്ഡീഗഡ് സ്വദേശി മഞ്ജിത് സിംഗ് ആണ് മരിച്ചത്. തുറമുഖ നഗരമായ ഏദനിൽ വെച്ചാണ് മഞ്ജിത് സിംഗ് കൊല്ലപ്പെട്ടത്. രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ചതിന് പിന്നാലെയാണ് ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടത്. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി ടി ജമാലുദ്ദീൻ ചേരുന്നുണ്ട്. ജമാൽ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ദിവസങ്ങളിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അത്യന്തം ഭീതിതമായ വാർത്തകളാണ് യമനിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പുതുതായി നൽകാനുള്ളത് യമനിൽ ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു. ചണ്ഡീഗഡ് സ്വദേശി മഞ്ജിത് സിംഗ് ആണ് കൊല്ലപ്പെട്ടത്. ബോംബ് സ്ഫോടനത്തിലാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്നാൽ ഇത് സംബന്ധിച്ച കൃത്യമായ സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. മഞ്ജിത് സിംഗിന്റെ മൃതദേഹം ഇപ്പോൾ ജിബൂത്തിയിലെത്തിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇനി നാവികസേനയുടെ കപ്പലിൽ മൃതദേഹം മുംബൈയിലെത്തിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. മറ്റൊന്ന്, ഇന്ന് 382 മലയാളികളാണ് യമനിൽ നിന്ന് തിരിച്ചെത്തിയത്. ഇവരെ വ്യോമസേനയുടെ വിമാനത്തിലായി സനയിൽ നിന്ന് ജിബൂത്തിയിലെത്തിച്ച് പിന്നീട് നാട്ടിലേക്ക് കൊണ്ടുവരികയായിരുന്നു. അതേസമയം യമനിൽ നിന്നുള്ള വിമാനമാർഗമുള്ള രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ചതായി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ സനയിലെ എംബസി അടച്ചുപൂട്ടുകയും ചെയ്തു. ഇനി സനയിൽ അവശേഷിക്കുന്നവരെ, യമനിന്റെ മറ്റു ഭാഗങ്ങളിൽ അവശേഷിക്കുന്നവരെ കപ്പൽ മാർഗമായിരിക്കും നാട്ടിലെത്തിക്കുക. ഇനിയും ആയിരക്കണക്കിന് ഇന്ത്യക്കാർ യമനിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട് എന്നാണ് അറിയുന്നത്. ഇവരെ അടുത്ത ദിവസം തന്നെ കപ്പൽ മാർഗം ജിബൂത്തിയിലും പിന്നീട് ഇന്ത്യയിലേക്കും എത്തിക്കും. ഏതാണ്ട് 5600 പേരെയാണ് സനയിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിലായി ഇന്ത്യക്ക് ഒഴിപ്പിക്കാൻ കഴിഞ്ഞത്. യമനിലെ സംഘർഷത്തിൽ ചണ്ഡീഗഡ് സ്വദേശി കൊല്ലപ്പെട്ടു. വിവരങ്ങളാണ് ടി ജമാലുദ്ദീൻ നൽകിയത്. PC ജോർജിനെ സാക്ഷിയാക്കി ബാർ കോഴ കേസ് അന്വേഷിക്കണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. KM മാണിക്കും ജോസ് കെ മാണിക്കുമെതിരെ ജോർജ് ഉന്നയിച്ച ആരോപണങ്ങളെക്കുറിച്ച് ഉന്നതതല അന്വേഷണം വേണം. ധനമന്ത്രിമാരുടെ കേന്ദ്രസമിതിയിൽ മാണിയെ ചെയർമാനാക്കിയത് BJP UDF അവിശുദ്ധ കൂട്ടുകെട്ടിന് തെളിവാണെന്നും ജനതാദൾ യുണൈറ്റഡും RSPയും തെറ്റുതിരുത്തണമെന്നും കോടിയേരി ബാലകൃഷ്ണൻ കോഴിക്കോട് പറഞ്ഞു. ധനമന്ത്രി KM മാണിക്കും മകൻ ജോസ് കെ മാണിക്കുമെതിരെ PC ജോർജ് നടത്തിയ വെളിപ്പെടുത്തലുകൾ സംബന്ധിച്ച് ഉന്നതതല അന്വേഷണം നടത്തണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. PC ജോർജിന്റെ കത്ത് മുഖ്യ തെളിവായി സ്വീകരിച്ച് ജോർജിനെ സാക്ഷിപ്പട്ടികയിൽ ഉൾപ്പെടുത്തി ബാർക്കോഴ കേസിൽ മാണിക്കെതിരെ അന്വേഷണം നടത്തണം. ജോർജിന്റെ കത്ത് വിജിലൻസിന് കൈമാറാൻ മുഖ്യമന്ത്രി തയ്യാറാകണം. കുറ്റം ചെയ്തത് അറിഞ്ഞിട്ടും മൂടിവെക്കുന്ന ക്രിമിനൽ കുറ്റമാണ് മുഖ്യമന്ത്രി ചെയ്തത്. സോളാർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം നേരത്തെ ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയാണെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണെന്നും കോടിയേരി പറഞ്ഞു. ഉടനടി PC ജോർജിനെ സാക്ഷിപ്പട്ടികയിൽ ഉൾപ്പെടുത്തി ബാർ കോഴ കേസിൽ അന്വേഷണം. ക്രിമിനൽ നടപടി ചട്ടപ്രകാരം തന്നെ മാണിക്കെതിരെ കോഴ കേസിൽ മുഖ്യ തെളിവായി PC ജോർജിന്റെ കത്ത് പരിഗണിക്കണം. സംസ്ഥാന ധനമന്ത്രിമാരുടെ ഹൈപ്പവർ കമ്മീഷൻ ചെയർമാനായി അഴിമതി കേസിൽ പ്രതിയായ KM മാണിയെ നിയോഗിച്ച നടപടി കേന്ദ്രം പുനഃപരിശോധിക്കണം. ബജറ്റ് വിറ്റ് കാശാക്കുന്ന മാണിയെ ഈ സ്ഥാനത്തിരുത്തിയത് UDF BJP അവിശുദ്ധ ബന്ധത്തിന്റെ തെളിവാണെന്നും കോടിയേരി ആരോപിച്ചു. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ ധനകാര്യമന്ത്രിമാരുടെ ഹൈപ്പവർ കമ്മിറ്റിയുടെ ചെയർമാൻ സ്ഥാനത്ത് KM മാണിയെ നിശ്ചയിച്ച കേന്ദ്ര ഗവൺമെന്റ് നിലപാട് പുനഃപരിശോധിക്കണം. ഒരു അഴിമതി കേസിൽ പ്രതിയായ ഒരു ധനകാര്യമന്ത്രിയെ ഈ ഹൈപ്പവർ കമ്മിറ്റിയുടെ ചെയർമാൻ സ്ഥാനത്ത് നിയോഗിച്ച നടപടി റദ്ദ് ചെയ്ത് മാണിയെ ഈ സ്ഥാനത്ത് നീക്കം ചെയ്യണം. ഈ സ്ഥാനം KM മാണിക്ക് കൊടുത്തത് UDFും BJPയും തമ്മിലുള്ള അവിഹിത ബന്ധത്തിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഘടകകക്ഷിയായ ജനതാദളിനെ UDF വഞ്ചിക്കുകയാണ്. ജനതാദളും RSPയും തെറ്റുതിരുത്തണം. ആർക്കും കയറി വരാനുള്ള വഴിയമ്പലമല്ല LDF എന്നും കോടിയേരി കൂട്ടിച്ചേർത്തു. KR ഗൗരിയമ്മ CPIMുമായി സഹകരിക്കാൻ സന്നദ്ധമാണെങ്കിൽ സഹകരിപ്പിക്കാൻ CPIM തയ്യാറാണ്. ഗൗരിയമ്മയുമായി ആലോചിച്ച് ഇക്കാര്യത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും കോടിയേരി വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തനിക്കെതിരെ PC ജോർജ് നടത്തുന്ന ആരോപണത്തിന് മറുപടി പറയുന്നത് തരംതാണ നടപടിയാണെന്ന് KM മാണി. ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്നും UDF ഉന്നതാധികാര സമിതിയിൽ നിന്നും പുറത്താക്കിയതിലുള്ള വിരോധമാണ് PC ജോർജ് ഇപ്പോൾ തീർക്കുന്നതെന്നും PC ജോർജ് തന്റെ പാർട്ടിയിലെ പ്രതിപക്ഷ നേതാവാണെന്നും മാണി ദില്ലിയിൽ പറഞ്ഞു. വ്യക്തിതേജോവധവും അടിസ്ഥാനരഹിതവുമായ ആരോപണങ്ങളാണ് കേരള കോൺഗ്രസ് വൈസ് ചെയർമാൻ കൂടെയായ PC ജോർജ് ഇപ്പോൾ നടത്തുന്നത്. PC ജോർജ് ഉയർത്തുന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയുന്നത് തരംതാണ നടപടിയായി പോകും. വായിൽ തോന്നിയത് കോതക്ക് പാട്ടെന്ന പോലെയാണ് PC ആരോപണങ്ങളെന്നും മാണി പറഞ്ഞു. ഒരു പാർട്ടിയാകുമ്പോൾ അതിൽ പല അഭിപ്രായക്കാരുണ്ടാകുമെന്നും PC ജോർജ് തന്റെ പാർട്ടിയിലെ പ്രതിപക്ഷ നേതാവാണെന്നും പറഞ്ഞ മാണി
തന്റെ വീട്ടിൽ നോട്ടെണ്ണുന്ന യന്ത്രമുണ്ടെങ്കിൽ അത് കറക്കുന്ന ജോലി PC ജോർജ് ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുകയെന്നും പറഞ്ഞു. പാർട്ടിക്കകത്തെ ഒരു പ്രതിപക്ഷം, ആ പ്രതിപക്ഷ നേതാവാണ് PC ജോർജ്. എൻ്റെ പാർട്ടിയിലെ പ്രതിപക്ഷ നേതാവാണ് PC ജോർജ്. അങ്ങനെ വാങ്ങിയിട്ടുണ്ടതിന് പങ്ക് അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒരു പ്രാവശ്യം പുള്ളിയും കൂടെ വിളിച്ചായിരുന്നു, വിഷമായിക്കൊണ്ട് PC ജോർജും കൂടെ വന്നിരുന്ന് ആ യന്ത്രം ഒന്ന് കറക്കാൻ PC ജോർജിനെയും കൂടെ ഒരു വിളിച്ചു. അങ്ങനെ അത് മനസ്സിലാക്കിക്കൊണ്ട് പറഞ്ഞത് അന്നുണ്ടായിരുന്നു. കോഴയാരോപണത്തിന് പിന്നിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. കോഴയാരോപണം മറ്റ് മന്ത്രിമാർക്കെതിരെ ഉയർന്നപ്പോൾ അവർക്കെതിരെ കേസെടുക്കാത്തതിലുള്ള വിയോജിപ്പ് മാണി വ്യക്തമാക്കുകയും ചെയ്തു. തനിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത വിജിലൻസിന് വലിയ മാഹാത്മ്യമൊന്നുമില്ലെന്നും മാണി വ്യക്തമാക്കി. വിജിലൻസ് തന്നെ വല്ല മാഹാത്മ്യം വല്ലതും ഉണ്ടോ? ആർക്കൊരു മാഹാത്മ്യമുണ്ടോ? വിജിലൻസ് ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം വിജിലൻസ് റിപ്പോർട്ട് വന്നാൽ ഒരു കേസെടുക്കും. കേസെടുത്തിട്ട് പിന്നെ അത് അന്വേഷണമല്ലേ വരുന്നത്. പാർട്ടി എല്ലാ കാര്യവും പരിശോധിച്ച ശേഷമേ PC ജോർജിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്ന കാര്യം ആലോചിക്കൂ. സരിത എസ് നായർ ജയിലിൽ പോകുന്നതിന് മുമ്പ് മാണിയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ എന്ന ചോദ്യത്തിന് തന്റെ ഓഫീസിലും വീട്ടിലും പലരും തന്നെ വന്ന് കാണാറുണ്ടെന്നാണ് മാണി മറുപടി പറഞ്ഞത്. ബിജേഷ് നടുവിൽ, ദില്ലി. KM മാണി ഉൾപ്പെടെയുള്ള അഴിമതിക്കാരെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് PC ജോർജ്. മാണിയെ പോലുള്ളവർ തുടർന്നാൽ UDFന്റെ അടിത്തറ തകരുമെന്നും PC ജോർജ് പറഞ്ഞു. സരിതയുടെ കത്തിൽ പരാമർശമുള്ള ഹൈബി ഈഡൻ, PC വിഷ്ണുനാഥ് എന്നിവർക്കെതിരെ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. ജയിലിൽ പോകുന്നതിന് മുൻപ് KM മാണിയെ നേരിൽ കണ്ടിരുന്നുവെന്ന് സോളാർ തട്ടിപ്പ് കേസിലെ പ്രതി സരിത എസ് നായർ സ്ഥിരീകരിച്ചു. ചീഫ് വിപ്പ് സ്ഥാനത്തു നിന്നും പുറത്താക്കപ്പെട്ട PC ജോർജിന് ഉജ്ജ്വല സ്വീകരണമാണ് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ ലഭിച്ചത്. KM മാണി ഉൾപ്പെടെയുള്ള അഴിമതിക്കാരെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് PC ജോർജ് ആവശ്യപ്പെട്ടു. മാണിയെപ്പോലുള്ളവർ തുടർന്നാൽ UDFന്റെ അടിത്തറ തകരും. തന്റെ കത്ത് വായിക്കാത്തവർ സരിതയുടെ കത്ത് വായിച്ചിട്ടുണ്ടെന്നും മാവേലിക്കരയിൽ നടന്ന സരിത KM മാണി കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ പുറത്തുവിടുമെന്നും PC ജോർജ് മുന്നറിയിപ്പ് നൽകി. UDFന്റെ പ്രതിച്ഛായ നന്നാക്കാൻ AK ആന്റണി ഇടപെടണമെന്നും PC ജോർജ് പറഞ്ഞു. മാണിയെയും മാണിയുടെ കൂടത്തിയിരിക്കുന്ന ഈ കൂട്ട് കച്ചവടക്കാരാണല്ലോ, മനുഷ്യൻ കുറവാണല്ലോ, കൂട്ട് കച്ചവടക്കാരൻ വെല്ലുവിളിക്കുക. തിരുവനന്തപുരത്ത് എന്നെ സ്വീകരിക്കാൻ കൂടി ഇന്നലെ കൂടിയ ജനത്തിൻ്റെ 11 ജനങ്ങളെ കൂടി ഒരു യോഗം നടത്തി മാണി പ്രസംഗിക്കാമെങ്കിൽ അയാൾ ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് ചെയ്തു കൊടുത്തേക്കാം. അത് തെളിയിക്കാൻ കഴിവുണ്ടായിട്ടാണ് പറയുന്നത്. തെളിയിക്കാൻ കഴിവില്ലെങ്കിൽ മാനനഷ്ട കേസ് കൊടുക്കാം. ഞാൻ ഇന്നലെ പറഞ്ഞു പ്രസംഗത്തിൽ ഒരു ഫ്രോഡിൻ്റെ വീട്ടിൽ KM മാണിയും സരിതയായിട്ട് കൂടിക്കാഴ്ച നടത്തിയെന്ന് പറഞ്ഞു. ഇന്ന് ഒരുത്തം പത്രസമ്മേളനം നടത്തി എന്റെ വീട്ടിൽ നടത്തിയെന്ന് VC പറഞ്ഞാൽ സമ്മതിക്കാനാണ്. അപ്പൊ അവൻ ഫ്രോഡാണെന്ന് സമ്മതിച്ചു. ഇവിടെ കിട്ടിയോ? അവന്റെ വീട്ടിൽ വെച്ച് അവന്റെ ആ ഫ്രോഡിന്റെ വീട്ടിൽ വെച്ചാണ് മാണിയും സരിതയും കൂടെ കൂടിക്കണ്ടത്. ഞാൻ തെളിയിച്ചോളാം. അതേസമയം ജയിലിൽ പോകുന്നതിന് മുമ്പ് KM മാണിയെ നേരിൽ കണ്ടിരുന്നുവെന്ന് സോളാർ തട്ടിപ്പ് കേസിലെ പ്രതി സരിത എസ് നായർ സ്ഥിരീകരിച്ചു. ക്രൈംബ്രാഞ്ചിന് തന്റെ കത്ത് കൈമാറില്ലെന്നും കത്ത് തന്റെ സ്വകാര്യതയാണെന്നും സരിത വ്യക്തമാക്കി. മാണി സാറിനെ കണ്ടിട്ടില്ല. ജയിലിന് മുമ്പ് ഞാൻ 1-2 പ്രാവശ്യം കണ്ടിട്ടില്ല എന്നൊന്നും ഞാൻ പറയില്ല. ഞാൻ കണ്ടിട്ടുണ്ട്. മിക്ക രാഷ്ട്രീയ നേതാക്കളും ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ടില്ല എന്ന് പറയുന്ന വാസ്തവവിരുദ്ധമാകുന്നത് കൊണ്ട് കണ്ടു എന്നുള്ളത് തന്നെയാണ് വാസ്തവം. പക്ഷേ ജയിലിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ഞാൻ ഈ പറയുന്ന ഒരു രാഷ്ട്രീയ നേതാക്കളെയും കാണാൻ പോയിട്ടില്ല. കാര്യം അതെല്ലാം തന്നെ എന്നെ സംബന്ധിച്ച് PC ജോർജ് ഒഴിച്ച് സരിതയുടെ കത്തിൽ പരാമർശിക്കുന്ന യുവ MLA-മാരെ കയ്യാമം വെക്കണമെന്ന് VS അച്യുതാനന്ദൻ പറഞ്ഞു. സോളാർ വിഷയത്തിൽ 2ാം ഘട്ട സമരത്തെക്കുറിച്ച് LDF ആലോചിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്. പീപ്പിൾ ഫോളോ അപ്പ്. ഈനാം പേച്ചിക്ക് മരപ്പെട്ടി കൂട്ടുന്ന പോലെയാണ് UDF സർക്കാരിന്റെ ചീഫ് സെക്രട്ടറി എന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോൾ ആഡംബര വസതികൾ കെട്ടുകയാണ് ചീഫ് സെക്രട്ടറി എന്നും VS പറഞ്ഞു. ചീഫ് സെക്രട്ടറിക്ക് വേണ്ടി ആഡംബര വസതി നിർമ്മിക്കുന്നതിന്റെ വാർത്ത പീപ്പിൾ TVയാണ് പുറത്തുവിട്ടത്. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ കുടുംബത്തെ ജവഹർലാൽ നെഹ്റു സർക്കാർ രഹസ്യ നിരീക്ഷണം നടത്തിയതായി വ്യക്തമാക്കുന്ന രേഖകൾ പുറത്തായി. ഇന്റലിജൻസ് ബ്യൂറോയുടെ കൈവശമുണ്ടായിരുന്ന രേഖകൾ ചരിത്ര രേഖകൾ സൂക്ഷിക്കുന്ന നാഷണൽ ആർക്കൈവ്സിലേക്ക് മാറ്റി. രഹസ്യ നിരീക്ഷണം നടത്തിയ സംഭവം ഞെട്ടിപ്പിക്കുന്നതാണെന്നും മുഴുവൻ രേഖകളും പരസ്യപ്പെടുത്തണമെന്നും നേതാജിയുടെ കുടുംബാംഗങ്ങൾ ആവശ്യപ്പെട്ടു. 1948 മുതൽ 68 വരെയുള്ള കാലയളവിൽ കേന്ദ്ര സർക്കാർ സുഭാഷ് ചന്ദ്രബോസ് കുടുംബത്തെ രഹസ്യമായി നിരീക്ഷിച്ചിരുന്നതായാണ് രേഖകൾ വ്യക്തമാക്കുന്നത്. നിരീക്ഷണം നടത്തിയ 20 വർഷത്തെ കാലയളവിൽ 16 വർഷവും ജവഹർലാൽ നെഹ്റുവായിരുന്നു പ്രധാനമന്ത്രി. ഇന്റലിജൻസ് ബ്യൂറോയുടെ കൈവശമുണ്ടായിരുന്ന രഹസ്യരേഖകൾ ഇപ്പോൾ നാഷണൽ ആർക്കൈവ്സിലേക്ക് മാറ്റി. പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ ഇന്റലിജൻസ് ബ്യൂറോ പ്രവർത്തിച്ചിരുന്ന സമയത്താണ് രഹസ്യ നിരീക്ഷണം നടത്തിയത്. ബ്രിട്ടീഷ് സർക്കാർ നേതാജി കുടുംബത്തെ നിരീക്ഷിച്ചിരുന്നത് നെഹ്റു സർക്കാരും തുടർന്നുവെന്നാണ് രേഖകളിൽ നിന്നും വ്യക്തമാകുന്നത്. നേതാജിയുടെ കൽക്കത്തയിലെ 2 വസതികളും മുഴുവൻ സമയവും രഹസ്യ നിരീക്ഷണത്തിന് കീഴിലായിരുന്നു. ബോസ് കുടുംബാംഗങ്ങൾ എഴുതുന്ന കത്തുകൾ പരിശോധിക്കുകയും പകർത്തിയെഴുതി സൂക്ഷിക്കുകയും ചെയ്തു. കുടുംബാംഗങ്ങൾ നടത്തിയിരുന്ന യാത്രകളും ഇന്റലിജൻസ് ബ്യൂറോ രഹസ്യമായി നിരീക്ഷിച്ചു.
നേതാജിയുടെ കുടുംബാംഗങ്ങൾ ആരെയൊക്കെ സന്ദർശിക്കുന്നു എന്ന കാര്യം അറിയാനും പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തിയിരുന്നു. പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ പുതിയ രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് വളർന്നിരിക്കുകയാണ്. നിരീക്ഷണം ഏർപ്പെടുത്തിയ സംഭവത്തിൽ നേതാജിയുടെ കുടുംബാംഗങ്ങൾ നടുക്കം രേഖപ്പെടുത്തി. നേതാജിയുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും പ്രസിദ്ധീകരിക്കണമെന്ന് കുടുംബാംഗങ്ങൾ ആവശ്യപ്പെട്ടു. സുഭാഷ് ചന്ദ്രബോസ് തിരിച്ചുവരുമെന്ന് നെഹ്റു ഭയപ്പെട്ടിരുന്നതിനാലാണ് രഹസ്യ നിരീക്ഷണം ഏർപ്പെടുത്തിയതെന്ന് BJP വക്താവ് MJ അക്ബർ പ്രതികരിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. പഞ്ചനക്ഷത്ര പദവിയില്ലാത്ത ഹോട്ടലിന് ബാർ ലൈസൻസ് പുതുക്കി നൽകി. കൊല്ലത്തെ കൊയിലോൺ ബീച്ച് ഹോട്ടലാണ് ബാർ ലൈസൻസ് പുതുക്കി നൽകിയത്. ഒരു KPCC ഉന്നതന്റെ ഭരണസ്വാധീനം ഉപയോഗിച്ചാണ് ലൈസൻസ് പുതുക്കിയത്. ഈ ബാർ ഹോട്ടലിന്റെ പഞ്ചനക്ഷത്ര പദവിയുടെ കാലാവധി 2014 തന്നെ അവസാനിച്ചതാണ്. ഹൈക്കോടതി അംഗീകരിച്ച സംസ്ഥാന സർക്കാരിന്റെ മദ്യനയം അനുസരിച്ച് 5 സ്റ്റാർ പദവിയുള്ള ഹോട്ടലുകൾക്ക് മാത്രമായി ബാർ ലൈസൻസ് നൽകുന്നത് ചുരുക്കിയിരുന്നു. എന്നാൽ 5 സ്റ്റാർ പദവി 26/10/2014 അവസാനിച്ച കൊയിലോൺ ബീച്ച് ഹോട്ടലിന് ബാർ ലൈസൻസ് പുതുക്കി നൽകി. കേന്ദ്ര വിനോദസഞ്ചാര മന്ത്രാലയത്തിന്റെ 5 സ്റ്റാർ ഹോട്ടലുകളുടെ അംഗീകരിച്ച പട്ടികയിൽ കൊല്ലം ജില്ലയിൽ ദി റാവിസിന് മാത്രമാണ് ഇടമുള്ളത്. 2009 മുതൽ 2014 വരെ 5 വർഷത്തേക്കായിരുന്നു കൊയിലോൺ ബീച്ച് ഹോട്ടലിന് 5 സ്റ്റാർ പദവി നൽകിയത്. ഇത് സംബന്ധിച്ച ക്ലാസിഫിക്കേഷൻ കൊയിലോൺ ബീച്ച് ഹോട്ടലിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. ഒരു ഹോട്ടലിന് 5 സ്റ്റാർ പദവി നിലവിലുണ്ടോ എന്ന് പരിശോധിക്കേണ്ട എക്സൈസ് വകുപ്പ് വീഴ്ച വരുത്തി ബോധപൂർവമാണോ എന്ന സംശയം ഉയരുന്നു. KPCCയിലെ ഒരു ഉന്നതനാണ് സ്വാധീനം ഉപയോഗിച്ച് ബാർ ലൈസൻസ് അനുവദിച്ചതെന്നും പറയുന്നു. പഞ്ചനക്ഷത്ര പദവി ഇല്ലാത്ത ഹോട്ടലിന് ബാർ ലൈസൻസ് അനുവദിച്ചത് പിശകാണോ അതോ അഴിമതിയാണോ എന്ന് മാത്രമേ ഇനി അറിയാനുള്ളൂ. കൊല്ലം ബീച്ച് ഹോട്ടലിന് മുന്നിൽ നിന്ന് ക്യാമറാമാൻ പ്രമോദ് പന്തിയോടിനൊപ്പം രാജ്കുമാർ. കോടികളുടെ തട്ടിപ്പ് നടത്തിയ സത്യം കമ്പ്യൂട്ടേഴ്സിനെതിരെ സുപ്രധാന വിധി പുറത്തുവന്നപ്പോൾ സത്യം ജയിച്ചുവെന്ന സന്തോഷത്തിലാണ് കേസന്വേഷിച്ച അന്നത്തെ CBI ഉദ്യോഗസ്ഥനായിരുന്ന ഇപ്പോഴത്തെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ H. വെങ്കിടേഷ് IPS. ദേശീയ തലത്തിൽ കുപ്രസിദ്ധി നേടിയ നിർണായകമായ നിരവധി കേസുകളിൽ അന്വേഷണം നടത്തി സത്യം പുറത്തുകൊണ്ടുവരാൻ ഈ ഉദ്യോഗസ്ഥന് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കോർപ്പറേറ്റ് കുംഭകോണമായ സത്യം കമ്പ്യൂട്ടേഴ്സ് തട്ടിപ്പിന്റെ അന്വേഷണം നടത്തിയതും നിർണായകമായ കുറ്റപത്രം തയ്യാറാക്കിയതും H. വെങ്കിടേഷ് IPS ആണ്. ദേശീയ തലത്തിൽ കുപ്രസിദ്ധി നേടിയ നിരവധി കേസുകളുടെ അന്വേഷണം നടത്തി സത്യം പുറത്തുകൊണ്ടുവന്നതിന് പിന്നിൽ ഈ ഉദ്യോഗസ്ഥന്റെ കരങ്ങളുണ്ട്. CBIയിലെ ഉന്നതർ പോലും അവസരോചിതമായി മാറി നിന്ന വേളയിലാണ് H. വെങ്കിടേഷ് IPS കേസിന്റെ അന്വേഷണം ഏറ്റെടുത്തത്. ആ ദൃഢനിശ്ചയമാണ് സത്യം കമ്പ്യൂട്ടേഴ്സിന്റെ സ്ഥാപകനുൾപ്പെടെ 9 പേർ ഇരുമ്പഴിക്കുള്ളിലായത്. കേസിലെ വിധിയിൽ സന്തുഷ്ടനാണെന്ന് കമ്മീഷണർ H. വെങ്കിടേഷ് പറഞ്ഞു. സന്തോഷമായിട്ടുള്ള വാർത്തയാണ്. പ്ലസ് ജഡ്ജ്മെൻറ്റ് കൂടെ നല്ല ജഡ്ജ്മെൻറ്റാണ്, ഡീറ്റെയിൽഡ് ജഡ്ജ്മെൻറ്റാണ്. എല്ലാവരിന് ശിക്ഷ കൊടുത്തത് കൂടെ എല്ലാം ജസ്റ്റിഫൈഡ് ആണ്. 2009 ആരംഭത്തിൽ പുറത്തു വന്ന വൻ തട്ടിപ്പിന് നിരവധി വിദേശ രാജ്യങ്ങളിലടക്കം സഞ്ചരിച്ചാണ് കമ്മീഷണർ തുമ്പുണ്ടാക്കിയത്. നിർണായക ശിക്ഷയ്ക്ക് വഴിത്തിരിവായത് പഴുതുകളടച്ചുള്ള ഈ കുറ്റപത്രത്തിന്റെ സവിശേഷതയാണെന്നും കമ്മീഷണർ പറഞ്ഞു. ചാർജ് ഷീറ്റ് ഇൻവെസ്റ്റിഗേഷനും പ്രോസിക്യൂഷനും പിന്നെ നമ്മുടെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസേഴ്സ് റൂൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മൂന്നും ഒരു നല്ല ടീം വർക്കായിട്ട് പോയാൽ ഇങ്ങനെ വലിയ വലിയ കേസുകളിൽ നമുക്ക് ഉറപ്പായിട്ട് ജയിക്കാം. തികഞ്ഞ ആത്മവിശ്വാസത്തോടെ കഴിഞ്ഞ 1 വർഷമായി തിരുവനന്തപുരം കമ്മീഷണറായി ജോലി നോക്കുന്ന H. വെങ്കിടേഷ് IPS 1998 ബാച്ചിലെ കേരള കേഡർ ഉദ്യോഗസ്ഥനാണ്. ക്യാമറമാൻ രാഹുൽ ചന്ദ്രനൊപ്പം BG മിനീഷ് കുമാർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ചന്ദ്രബോസ് വധക്കേസ് തൃശൂർ സെഷൻസ് കോടതിയിലേക്ക് മാറ്റി. ക്രിമിനൽ നടപടിക്രമം അനുസരിച്ചാണ് കുന്നംകുളം മജിസ്ട്രേറ്റ് കോടതി വിചാരണ മേൽക്കോടതിയിലേക്ക് മാറ്റിയത്. റിമാൻഡ് കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് പ്രതി മുഹമ്മദ് നിസാമിനെ കുന്നംകുളം കോടതിയിൽ ഹാജരാക്കി. കേസിന്റെ വിചാരണ തൃശൂർ സെഷൻസ് കോടതിയിൽ നടക്കും. സെക്യൂരിറ്റി ജീവനക്കാരൻ ചന്ദ്രബോസിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി നിസാമിനെതിരെ കഴിഞ്ഞ വാരം കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. 111 സാക്ഷികളെയും 141 തെളിവുകളും ഉൾപ്പെടുത്തി തയ്യാറാക്കിയ കുറ്റപത്രം കുന്നംകുളം മജിസ്ട്രേറ്റ് കോടതി പരിശോധിച്ചു. ദൃക്സാക്ഷിമൊഴികളും മറ്റ് രേഖകളും കണക്കിലെടുത്ത നിസാമിനെതിരെ കൊലപാതകം, അതിക്രമിച്ചു കയറൽ, അക്രമം എന്നിവയ്ക്ക് കുറ്റം ചുമത്താൻ നിർദ്ദേശം നൽകി. കൊലപാതക കാരണം നിസാമിന് ചന്ദ്രബോസിനോടുണ്ടായിരുന്ന മുൻവൈരാഗ്യമാണെന്നും പോലീസ് കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാട്ടി. ഏപ്രിൽ 8 കുറ്റപത്രത്തിന്റെ പകർപ്പ് പ്രതിഭാഗം അഭിഭാഷകന് കൈമാറി. റിമാൻഡ് കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് വീണ്ടും മുഹമ്മദ് നിസാമിനെ കോടതിയിൽ ഹാജരാക്കി. പ്രാഥമിക നടപടികൾ പൂർത്തിയായതോടെ കേസിന്റെ ഗൗരവം കണക്കിലെടുത്ത് തൃശൂർ സെഷൻസ് കോടതിയിലേക്ക് കേസ് മാറ്റുകയാണെന്ന് കോടതി അറിയിച്ചു. കുറ്റപത്രത്തോടൊപ്പം ഹാജരാക്കിയ 36 രേഖകളുടെ പകർപ്പ് തങ്ങൾക്ക് ലഭ്യമായില്ലെന്ന് പ്രതിഭാഗം അഭിഭാഷകർ ചൂണ്ടിക്കാട്ടി. എന്നാൽ കേസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇനി മേൽക്കോടതിയുടെ പരിഗണനയിൽ വരുന്നതാണെന്നും പരാതികൾ മേൽക്കോടതിയെ ധരിപ്പിക്കാമെന്നും കോടതി നിർദ്ദേശിച്ചു. കേസിന്റെ തുടർ നടപടികളും വിചാരണയും തൃശൂർ സെഷൻസ് കോടതിയിലാകും ഇനി നടക്കുക. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ച നമ്മളൊന്ന് സ്നേഹ സന്ദേശ യാത്ര തിരുവനന്തപുരത്ത് സമാപിച്ചു. ജാഥയ്ക്ക് പേരൂർക്കടയിൽ നൽകിയ സ്വീകരണം ഏഴാച്ചേരി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു.
വർഗീയ ഫാസിസത്തിനെതിരെ വർഗബോധം, മതതീവ്രവാദത്തിനെതിരെ മാനവ മുന്നേറ്റം, അന്ധവിശ്വാസങ്ങൾക്കെതിരെ ശാസ്ത്രചിന്ത എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി പുരോഗമന കലാസാഹിത്യ സംഘം സംഘടിപ്പിച്ച നമ്മളൊന്ന് സ്നേഹ സന്ദേശയാത്ര തിരുവനന്തപുരത്ത് സമാപിച്ചു. തിരുവനന്തപുരം ജില്ലയിലെ കല്ലമ്പലം, വിതുര, പേരൂർക്കട എന്നീ കേന്ദ്രങ്ങളിൽ സ്നേഹ സന്ദേശയാത്രയ്ക്ക് സ്വീകരണം ലഭിച്ചു. പേരൂർക്കടയിൽ നടന്ന സ്വീകരണ യോഗം ഏഴാച്ചേരി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ ജാഥാംഗങ്ങൾക്ക് സ്വീകരണവും നൽകി. മാനവികത നേരിടുന്ന പ്രതിസന്ധികളെ എങ്ങനെ നേരിടാമെന്നതാണ് ജാഥയുടെ ഉദ്ദേശമെന്ന് പ്രൊഫസർ KEN അഭിപ്രായപ്പെട്ടു. ഇന്ത്യൻ പശ്ചാത്തലത്തിൽ നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കണം, നമ്മൾ എന്ത് സംസാരിക്കണം, എങ്ങനെ ജീവിക്കണം എന്നതിനെക്കുറിച്ചുള്ള അടിച്ചേൽപ്പിക്കലുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് എന്ത് തരം ഭക്ഷണം കഴിച്ചാലും, ഏത് തരത്തിൽ ഭാഷ ഉപയോഗിച്ചാലും, ഏത് തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ പുലർത്തിയാലും നമ്മളൊക്കെ ഇന്ത്യക്കാരാണ് എന്നും നമ്മളൊക്കെ അടിസ്ഥാനപരമായി മനുഷ്യരാണ് എന്നുമുള്ള ഓർമ്മപ്പെടുത്തലുകൾ അനിവാര്യമായി തീരുകയാണ്. അതുകൊണ്ട് ജാതി സങ്കുചിത്വത്തിനപ്പുറം, മതസങ്കുചിത്വത്തിനപ്പുറം, രാഷ്ട്രീയ അതിർത്തികൾക്കപ്പുറം നമ്മളൊക്കെയും മനുഷ്യരാണല്ലോ എന്നത് കൂടുതൽ ആവർത്തിക്കേണ്ട ഒരു ചരിത്ര സന്ദർഭം രൂപപ്പെട്ടു വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു ഭാഗത്ത് ഫാസിസം, മറുഭാഗത്ത് മത തീവ്രവാദം, ഇത് രണ്ടിനും വളം വെച്ചുകൊണ്ട് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഈ ഒരു പശ്ചാത്തലത്തിൽ മാനവികത നേരിടുന്ന പ്രതിസന്ധി എങ്ങനെ മുറിച്ചു കടക്കാം എന്നുള്ളതാണ് ഈ സാംസ്കാരിക ജാഥയിലൂടെ പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ജാഥ ക്യാപ്റ്റൻ പ്രൊഫസർ VN മുരളി, ജാഥാംഗങ്ങളായ ഡോക്ടർ KP മോഹനൻ, പ്രൊഫസർ സുജ സൂസൻ ജോർജ്, TR അജയൻ, MM നാരായണൻ, പുരുഷൻ കടലുണ്ടി MLA, വിനോദ് വൈശാഖി, ഡോക്ടർ PS ശ്രീകല, CPIM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി കടകംപള്ളി സുരേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. സമാപന സമ്മേളനത്തോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും നടന്നു. കഴിഞ്ഞ മാർച്ച് 27-ന് കാസർഗോഡ് കർമ്മംതൊടിയിൽ നിന്നാണ് സ്നേഹ സന്ദേശയാത്ര ആരംഭിച്ചത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കരിക്കനേത്ത് സിൽക്സിന്റെ രണ്ടാമത്തെ ഷോറൂമായ കരിക്കനേത്ത് സിൽക്സ് ഗാലറി ഉദ്ഘാടനം ചെയ്തു. കരിക്കനേത്ത് സിൽക്സ് ബ്രാൻഡ് അംബാസഡർമാരായ ദിലീപും അമല പോളും ചേർന്നാണ് പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. 5 നിലകളിലായി വ്യത്യസ്ത അഭിരുചികളിലുള്ള പ്രത്യേക വസ്ത്രവിഭാഗങ്ങളാണ് കരിക്കനേത്ത് ഗാലറിയിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. അപൂർവമായ വിവാഹ പട്ടുസാരി ശേഖരം, ഡിസൈനർ സാരി കളക്ഷൻ, ചുരിദാർ മെറ്റീരിയൽ, പുരുഷന്മാർക്കും കുട്ടികൾക്കുമുള്ള തുണിത്തരങ്ങൾ എന്നിവയാണ് ഗാലറിയിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. 1,00,000 സ്ക്വയർ ഫീറ്റുള്ള ഷോപ്പിൽ ഫാഷൻ ആൻഡ് സിൽക്ക് ലോകത്തെ അപൂർവ കളക്ഷനുമുണ്ട്. ചടങ്ങിൽ മാനേജിംഗ് ഡയറക്ടർ ജോസ് കരിക്കനേത്ത് അടക്കമുള്ള പ്രമുഖർ പങ്കെടുത്തു. നൽകാൻ പോകുന്ന ആ ഗ്രേറ്റ് CSR ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് പ്രഖ്യാപിക്കാം. വിഷുവിന് വിഷവിമുക്തമായ പച്ചക്കറികൾ എന്ന ലക്ഷ്യവുമായി CPIMന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ ജൈവ പച്ചക്കറി വിതരണ കേന്ദ്രങ്ങൾ തുടങ്ങി. കാക്കനാട് നടന്ന ചടങ്ങിൽ കേരള കർഷക സംഘം സംസ്ഥാന പ്രസിഡന്റ് EP ജയരാജൻ പച്ചക്കറി സ്റ്റാളുകൾ ഉദ്ഘാടനം ചെയ്തു. രഹിതമായ പച്ചക്കറികൾ സ്വന്തം മുറ്റത്ത് നിന്ന് പറിച്ചെടുക്കുന്ന സാഹചര്യം ലക്ഷ്യമിട്ടാണ് CPIMന്റെ നേതൃത്വത്തിൽ എറണാകുളം ജില്ലയിലാകെ ജൈവ പച്ചക്കറി കൃഷി തുടങ്ങിയത്. വിഷുവിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വിളഞ്ഞ ജൈവ പച്ചക്കറികൾ ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് സ്റ്റാളുകൾ ആരംഭിച്ചിരിക്കുന്നത്. കൃഷിക്കായി സ്ഥലം വിട്ടുകൊടുത്ത 5 പേർക്ക് പച്ചക്കറികൾ വിതരണം ചെയ്താണ് കർഷക സംഘം സംസ്ഥാന പ്രസിഡന്റ് EP ജയരാജൻ സ്റ്റാളുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഇത് കച്ചവടം നടത്തി കൊടുക്കാനല്ല, ഇതിന്റെ ലാഭത്തിന്റെ പ്രശ്നം, പ്രോഫിറ്റ് പ്രശ്നമേൽ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ ഉണ്ടാക്കുക, അതിനൊരു പ്രചോദനം ജനങ്ങൾക്ക് കൊടുക്കുക. ഈ ബോധവൽക്കരണം വന്നാൽ നിങ്ങളെല്ലാം നിങ്ങളുടെ വീടുകളിലും വീട്ടുമുറ്റത്തും നിങ്ങളുടെ മട്ടുപ്പാവുകളിലും ഒക്കെ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കും. CPIM ജില്ലാ സെക്രട്ടറി P രാജീവ് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. 2 ദിവസത്തിനുള്ളിൽ 100ഓളം കേന്ദ്രങ്ങളിൽ ജൈവ പച്ചക്കറി സ്റ്റാളുകൾ തുടങ്ങും. ജില്ലയിലെ വിവിധ മേഖലകളിലായി 160 ഏക്കറിലാണ് CPIMന്റെ നേതൃത്വത്തിൽ ജൈവ കൃഷി നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ചില മിസ്റ്റേക്സ്, ബ്ലൂപ്പേഴ്സ് അല്ലെങ്കിൽ ഗൂഫപ്സ് ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ ഒറ്റയ്ക്ക് കണ്ടുപിടിച്ചതല്ല, കുറെ കാലമായിട്ട് ഇതിന്റെ പിന്നാലെ തന്നെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് ഫ്രണ്ട്സിനോട് ചോദിച്ചു, ഒരുപാട് ആർട്ടിക്കിൾസ് ഒക്കെ വായിച്ചിട്ടാണ് ഇത് കിട്ടിയിട്ടുള്ളത്. പിന്നെ ചിലതൊക്കെ വെറും സില്ലി ആയിട്ട് തോന്നും, അത് പിന്നെ കോളം ഫില്ല് ചെയ്യാൻ വേണ്ടി എടുത്താണെന്ന് മാത്രം വിചാരിച്ചാൽ മതി.